സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എഫേസ്യർക്ക് എഴുതിയതായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 32 വരെ വായിക്കുകയാണ്. ബൈബിളുള്ളവർ നോക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ചിരിക്കുക. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുകയത്രേ വേണ്ടത്. എന്താണ്? ദൈവത്തിൻ്റെ മക്കൾ മോഷണം ചെയ്യുവാൻ പാടില്ല, വഞ്ചന ചെയ്യുവാൻ പാടില്ല, അന്യായം ചെയ്യുവാൻ പാടില്ല. ഇന്ന് അനേകം ആളുകളുടെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ വഞ്ചന ചെയ്യുന്നതാണ്, അന്യായം ചെയ്യുന്നതാണ്, മോഷ്ടിക്കുക, അനീതി ചെയ്യുക. കണ്ടിട്ടില്ലേ? അവർ മറ്റു ജോലികളൊന്നും തന്നെ ചെയ്യത്തില്ല, മറ്റു ബിസിനസ് ഒന്നും ചെയ്യുകയില്ല. വഞ്ചന മാത്രമാണ്. എങ്ങനെ മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ കഴിയും, എങ്ങനെ പാവപ്പെട്ടവരെ പറ്റിച്ചെടുക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് അനേകരും മറ്റുള്ള ആളുകളെ വഞ്ചിക്കുന്നതിനും പറ്റിക്കുന്നതിനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അതുപോലെ ജനത്തിന് ഒരുപാട് പലിശ നൽകാമെന്ന് പറഞ്ഞ് സാമ്പത്തിക സ്ഥാപനങ്ങൾ ഒരുപാട് ജനത്തെ പറ്റിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളായ നാം നോക്കുമ്പോൾ കഷ്ടപ്പെടാതെ ലഭിക്കുന്നതായ സമ്പാദ്യം നമുക്കത് അനുഗ്രഹമാകില്ല. കഷ്ടപ്പെടാതെ ലഭിക്കുന്നതായ പണം നമുക്ക് അനുഗ്രഹമായി തീരുക ഇല്ല. എൻ്റെ പിതാവ് ഒരു ഡെപ്യൂട്ടി എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ശമ്പളം നോക്കുകയാണെങ്കിൽ കുടുംബത്തിലെ കാര്യത്തിന് തികയത്തില്ല. എന്നാൽ അദ്ദേഹത്തിന് ശമ്പളത്തിനേക്കാൾ കൂടുതലായിട്ട് കൈക്കൂലി മുഖേന പണം ലഭിക്കുന്നുണ്ടായിരുന്നു. എന്താണ്? കൈക്കൂലി വാങ്ങുമായിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നതായ സമയത്ത് അവിടെ 100 ഏക്കർ 200 ഏക്കർ ഉള്ളതായ കൃഷിക്കാർ വീട്ടിൽ അരിച്ചാക്കുകൾ കൊണ്ടുവരുമായിരുന്നു. അതുപോലെ കെട്ടുകണക്കിന് പണം കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ആ പണമെല്ലാം ചീട്ട് കളിച്ചും മദ്യപിച്ചും ചിലവാക്കി കളയുമായിരുന്നു. കഷ്ടപ്പെടാതെ കിട്ടുന്നതായ പണം നമുക്ക് അനുഗ്രഹമായിട്ട് തീരില്ല. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നു. വീട്ടിൽ എപ്പോഴും വാഴക്കുലകൾ കാണുമായിരുന്നു. അറയിൽ നിറച്ച് ആഹാരസാധനമുണ്ടായിരുന്നു, എല്ലാ ഭക്ഷണവും ഉണ്ടായിരുന്നു, ഒരുപാട് വേലക്കാരുണ്ടായിരുന്നു, ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ആഹാരത്തിനൊന്നും മുട്ടില്ലായിരുന്നു. ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ക്ഷീണിച്ചിരുന്ന വ്യക്തികളായിരുന്നു. ഒരാൾക്ക് വയറിളക്കമാണെങ്കിൽ ഒരാൾക്ക് ഛർദിൽ, ഒരാൾക്ക് തലവേദനയാണെങ്കിൽ ഒരാൾക്ക് വയറ്റുവേദന. ഒരാളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അടുത്തളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇതെല്ലാം കഴിച്ച് ഞങ്ങളുടെ ശരീരത്തിൽ ദഹിക്കുകയില്ലായിരുന്നു. കാരണം വഞ്ചന കൊണ്ടും കൈക്കൂലി കൊണ്ടും കിട്ടുന്ന സമ്പത്താണിത്. വായ്ക്ക് രുചിയായി തോന്നും, എന്നാൽ അത് വയറ്റിൽ ചെല്ലുന്ന സമയത്ത് മണ്ണായിട്ട് മാറും. എന്താണ്? മണ്ണായിട്ട് മാറും. ഒരു വിശ്വാസി ഒരിക്കലും മറ്റുള്ള വ്യക്തികളെ ആശ്രയിച്ച് ജീവിക്കരുത്. മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നവനാകാൻ പാടില്ല. ഒരുപക്ഷെ നീ യൗവനപ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്ക് പണം തരണം, എനിക്ക് അത് വേണം, ഇത് വേണം, ജീൻസ് വാങ്ങിച്ചു തരണം, അത് വാങ്ങിച്ചു തരണം, എനിക്ക് ഷൂ വേണം, എനിക്ക് ബൈക്ക് വേണം, എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറത്തില്ല എന്ന് പറയുന്നു. അവന് ഇഷ്ടമുള്ള ബൈക്ക് വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറത്തില്ല എന്നാണ് പറയുന്നത്. അത് വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം അവൻ കൈയും കാലും ഒടിച്ചിട്ട് പിന്നെ പോയി കിടക്കാൻ. എത്രയോ യൗവനക്കാരുണ്ട് ഈ കാലത്ത്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് വരുമ്പോൾ സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിക്കുന്ന യൗവനക്കാർ. വീട്ടിൽ ഒരാൾ അധ്വാനിച്ച് ജോലി ചെയ്യും, 10 പേർ വെറുതെ ഇരുന്ന് കഴിക്കുകയായിരിക്കും. അയാളുടെ ആയുസ്സും ആരോഗ്യമെല്ലാം നശിക്കാനും ഇടയാകും. ഒരിക്കലും കുടുംബത്തിലെ രീതി അങ്ങനെ ആകാൻ പാടില്ല. വീട്ടിലുള്ള 4 പേരും ഏതെങ്കിലുമൊക്കെ പണി ചെയ്യണം. സ്വന്തം കാര്യമെങ്കിലും നിങ്ങൾ നോക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ മക്കളായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ജോലി ചെയ്യണം, ഇങ്ങനെ നാം ജീവിക്കണമെന്നൊന്നും നമുക്ക് ആരും പഠിപ്പിച്ചു തരേണ്ടതായ കാര്യമില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നതിന് മുൻപ് പിശാചിന്റെ മക്കളായിരുന്നതായ സമയത്ത് നാം എപ്പോഴും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യരായിരുന്നിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ മക്കളായ ശേഷം നാം മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ ഈ ദിവസം നോക്കുമ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികളുടെ ജീവിതം അങ്ങനെ കാണുന്നില്ല. നീ മോഷ്ടിക്കുന്ന വ്യക്തിയായിരിക്കുന്നു എങ്കിൽ, വഞ്ചന കാണിക്കുന്നവനാണെങ്കിൽ നിന്റെ വഞ്ചന മാറ്റിക്കളയണം. നിന്റെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അതെത്രയായാലും നിന്റെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കാനിടയാകുമെന്നാണ് പറയുന്നത്. അനേകം ആളുകൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാകും, എന്നാൽ അവർ മരിച്ചുപോകും. കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടിയിട്ട് ആരോ അനുഭവിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ദുഷ്ടന്മാർ സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം നീതിമാന്മാർക്ക് ലഭിക്കുമെന്ന്. അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അവസാനം മദ്യപിച്ച് രോഗം വന്നിട്ട് മരിച്ചു പോകുവാൻ ഇടയാകും. അവൻ പാപത്തിൽ വീണിട്ട് ദൈവത്തിന്റെ ശാപത്തിന് ഇരയാകും. എന്നാൽ ഈ ദിവസം ദൈവത്തിന്റെ മക്കൾ 10 രൂപ സമ്പാദിച്ചാലും 100 രൂപ സമ്പാദിച്ചാലും നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാൽ ദൈവം അതിനെ അനുഗ്രഹിക്കും. നിന്റെ വീട്ടിലെ ഇല്ലായ്മയെല്ലാം മാറുവാനിടയാകും. നിന്റെ മക്കൾക്ക് വയറ് നിറച്ച് ആഹാരം ലഭിക്കും. എന്നാൽ ഈ ദിവസം നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന്റെ അധ്വാന ഫലം അവന്റെ സമ്പത്ത് കൂട്ടുന്നില്ല. എത്ര നീ സമ്പാദിച്ചാലും അത് നിന്റെ അധ്വാനം കൊണ്ട് കൂടുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അത് നീ മനസ്സിലാക്കിയാൽ നീ ഭാഗ്യവാനാണ്. ചില ആളുകൾ രാവും പകലും കഷ്ടപ്പെടുന്നു. ദൈവസന്നിധിയിൽ വരാതെ, ആലയത്തിൽ വരാതെ, പ്രാർത്ഥനയ്ക്ക് വരാതെ അവർ
ആരാധനയ്ക്ക് വരാതെ ജോലിയാണ്, പണിയാണ്, ഡ്യൂട്ടിയാണ്, ഓട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടുന്നു. അവസാനം ഒറ്റയടിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നു. ഈ പണമെല്ലാം അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഡ്യൂട്ടി ചെയ്തതും ഓട്ടി ചെയ്തതും ഒന്നും തികയാതെ അവസാനം കടം വാങ്ങിയിട്ടും ഹോസ്പിറ്റലിൽ കൊടുക്കും. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ? നീ ആഹാരം കഴിക്കുന്നത് ദഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ? അനേകം ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് ദഹിക്കാൻ വേണ്ടി ഗുളിക കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെന്തിനാണ് ഗുളിക കഴിക്കുന്നത്? പിന്നെ ഗുളിക കഴിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ദഹിക്കാൻ കഴിയുള്ളൂ. പിന്നെ അല്ലെങ്കിൽ എന്താണ് കൊക്കക്കോള, അല്ലെങ്കിൽ എന്താണ് മധുരപാനീയം, എന്തെങ്കിലും കുടിച്ചെങ്കിൽ മാത്രമേ, കഴിച്ചെങ്കിൽ മാത്രമേ ദഹിക്കൂ എന്നാണ്. എന്തുകൊണ്ടാണിത്? അധ്വാനിക്കുന്ന വ്യക്തിക്ക് അല്പം കഴിച്ചാലും അവന് ശരീരത്തിൽ സുഖമുണ്ടായിരിക്കും, അവന് സുഖമായിട്ട് ഉറങ്ങാനും കഴിയും. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം കൈക്കൂലി വാങ്ങുവാനോ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുവാനോ പലിശയ്ക്ക് കൊടുക്കുവാനോ ഒന്നും പാടില്ല. ഞങ്ങളുടെ സഭയിൽ പലരും റിട്ടയർഡ് ആകുന്ന സമയത്ത്, ഗവൺമെന്റ് സർവീസിലൊക്കെ ഒരുപാട് കാലം ജോലി ചെയ്ത ആളുകൾ റിട്ടയർഡ് ആകുന്ന സമയത്ത് അവർ സർക്കാരിൽ നിന്നും അവർക്ക് അതിന്റെ പണം ലഭിക്കാനിടയുണ്ടല്ലോ. ആ പണമൊക്കെ കിട്ടിയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, ബ്രദർ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടത അനുഭവിക്കുകയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം നിനക്ക് പ്രൊവിഡന്റ് ഫണ്ട് കിട്ടിയാണല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? ആ പണമൊക്കെ എവിടെ പോയി? അതെല്ലാം പലിശയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. വന്നതെല്ലാം എവിടെ കറങ്ങുകയാണ്? പലിശയ്ക്ക് വേണ്ടി. അത് പിന്നെ നിന്റെ കയ്യിൽ തിരിച്ചു വരുമോ ആർക്കറിയാം. എന്താണ് പലിശ ആഗ്രഹിച്ചു കൊടുത്തിട്ട് അവസാനം മുതൽ പോലും കിട്ടാത്തതായ എത്രയോ ആളുകളുണ്ട്. തന്റെ ദൈവം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന്റെ വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകില്ല. പലിശ കൊണ്ടുള്ള സമ്പാദ്യം നമുക്ക് ആവശ്യമില്ല, അതിന്റെ വരുമാനം നമുക്ക് ആവശ്യമില്ല. എന്താണ്? ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് എന്നേക്കുമുള്ളതായ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് നിന്റെ അധ്വാന ഫലത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് നീ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിനക്കത് അനുഗ്രഹമായിട്ട് മാറാനിടയാകും. മദ്രാസിൽ വെച്ചിട്ട് പലരും എൻ്റെ അടുക്ക വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ സമ്പാദിക്കുന്നുണ്ട്, മകൾ സമ്പാദിക്കുന്നുണ്ട്, ഭാര്യ സമ്പാദിക്കുന്നുണ്ട്, എല്ലാവരും സമ്പാദിക്കുന്നുണ്ട്, എന്നാൽ പണം എവിടെ പോകുന്നതെന്ന് മാത്രം അറിയില്ല എന്ന്. എന്താണ് സംഭവിക്കുന്നത്? ബൈബിളിൽ പറയുന്നത് പോലെ ഓട്ടസഞ്ചിയിലിടുന്നതായ നാണയം പോലെയാണ്. എന്താണ്? ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നീ എത്രമാത്രം പണം സമ്പാദിച്ചാലും അത് നിന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായിട്ട് മാറുകയില്ല. അന്ന് ദൈവം ആദാമിനോട് കൽപ്പിക്കാനിടയായി, നീ അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയിട്ട് ആഹാരം കഴിക്കുവാനിടയാകും, അതിലാണ് നിന്റെ അനുഗ്രഹമെന്ന്. ഇന്നാർക്കും തന്നെ വിയർപ്പൊഴുക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അനാവശ്യമായ രോഗങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നത്. AC റൂമിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നത് വലിയ കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും AC ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ ശരീരത്തിനുള്ളിൽ പലവിധമായ ഇൻഫെക്ഷനുകളെല്ലാം കൂടിയിട്ട് അത് ശരീരത്തിൽ അശുദ്ധ രക്തമായിട്ട് മാലിന്യമായിട്ട് മാറുവാനിടയാകും. കിഡ്നി സ്റ്റോൺ, അൾസർ എന്നൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും AC ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ കല്ല് അലിഞ്ഞു പോകാതെ അങ്ങനെ തന്നെ വളരുവാനിടയാകും, ശരീരത്തിന് ബുദ്ധിമുട്ടായി തീരും. പിന്നെ നീ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ് കരയും. നാം കഷ്ടപ്പെടണം, നടക്കുക. ഇപ്പോൾ ആരും സൈക്കിൾ ചവിട്ടത്തില്ല, അതിന് പകരമായിട്ട് സ്കൂട്ടറിൽ കയറി ഡ്രറിന് പോകും. മുമ്പിൽ നിന്റെ വയറും അതിനോടൊപ്പം തന്നെ പോകും. എന്താണ്? ഈ മദ്രാസിന്റെ 4 മൂലകളിലും എനിക്കറിയാം, ഞാൻ ഒരുപാട് ഇടങ്ങളിൽ സൈക്കിളിൽ പോയിട്ടുണ്ട്. ഈ സ്ഥലത്തും ഞാൻ 2-3 തവണ സൈക്കിളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുള്ളതായ പല പല സ്ഥലങ്ങളിലേക്ക് ഞാൻ സൈക്കിളിൽ മാത്രം ചവിട്ടിപ്പോയിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് സൈക്കിൾ ചവിട്ടി അവിടെ പോയിട്ട് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി 4-3 പേരുണ്ടെങ്കിൽ മതി. അവർക്ക് വേണ്ടി സുവിശേഷം പറയുന്നതിന് വേണ്ടി സൈക്കിളിൽ ഞാൻ പോയിട്ട് പരസ്യങ്ങളും മറ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാലത്ത് ദൈവം എനിക്ക് നല്ല ആരോഗ്യം തന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ 64 വയസ്സ് ആയിരിക്കുന്നു, പ്രായമുള്ള വ്യക്തിയാണ്. എന്നാൽ ദൈവം എനിക്ക് ശക്തി നൽകിയിരിക്കുന്നു. യൗവനകാലത്ത് കർത്താവിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ വാർദ്ധക്യകാലത്ത് ദൈവം എന്നെ താങ്ങുന്നു. എന്നാൽ ഈ കാലത്തുള്ള അനേകം ആളുകളും ചെയ്യുന്നത് എന്താണ്? കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ പണം സമ്പാദിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ വഞ്ചിച്ച് ഉപദ്രവിച്ചിട്ട് വസ്തുക്കളും സമ്പത്തും തട്ടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നാം ജോലി ചെയ്യണം. അടുത്ത വാക്യം എന്താണ്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നിങ്ങളുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ വരാൻ പാടുള്ളൂ. ദോഷമുണ്ടാക്കുന്ന വാക്കുകളൊന്നും തന്നെ സംസാരിക്കാൻ പാടില്ല. വേദപുസ്തകത്തിൽ പറയുന്നു, അമിത ഭാഷണം നിമിത്തം ദോഷം ഉണ്ടാകുന്നു എന്ന്. അതുകൊണ്ട് നാം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫോൺ വന്നതിന് ശേഷം മനുഷ്യന് സംസാരം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? പണ്ടൊക്കെ ആരുടെയെങ്കിലും വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അവരോട് കുറച്ചു നേരം സംസാരിക്കുമായിരുന്നു. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഫോൺ വന്നതിന് ശേഷം റോഡിൽ കൂടെ പോകുമ്പോൾ പോലും ആളുകൾ റോഡിൽ കൂടി ഫോണിൽ കൂടെ സംസാരിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെയാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായി വേറെ ആരോടെ സംസാരിക്കുന്നതെന്ന്.
ഒരു ദിവസമാണെങ്കിൽ ഒരു പെൺകുട്ടി റോഡിൽ ഫോണും പിടിച്ചോന്ന് എന്നും പറഞ്ഞ് കരയുകയാണ്. മറുവശത്ത് ആരോ ഇവളെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇവൾ അത് കേട്ടിട്ട് കരയുകയാണ്. നേരത്തെ വീട്ടിൽ ചെല്ലുമ്പോഴായിരുന്നു വഴക്കുണ്ടാക്കി ചീത്ത വിളിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഫോണിൽ കൂടെ റോഡിൽ വെച്ച് തന്നെ ചീത്ത വിളിയും വഴക്കുമാണ് കേൾക്കുന്നത്. വീട്ടിൽ ചെന്നാൽ പോലും പിന്നെ അവർക്ക് സമാധാനം കാണുകയില്ല. എന്തിനാണ് നിങ്ങളുടെ ടെലിഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ടെലിഫോണുകൾ നമ്മുടെ പുറകിലിരിക്കുന്ന ചില യൗവനക്കാരോട് ചോദിച്ചാൽ മനസ്സിലാകും അവരെന്താണ് വാട്സാപ്പ് എന്നാണ് പറയുന്നത്. എന്താണവർ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വിശേഷം, എന്തൊക്കെയുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് വാർത്തകൾ? ആളുകൾ എവിടെ മരിച്ചിരിക്കുന്നു, കാലാവസ്ഥ എങ്ങനെയുണ്ട്, നേപ്പാളിൽ ഭൂകമ്പം വന്നു, അവിടെ 2 പേർ മരിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുശുകുശുക്കുന്ന സമയത്ത് എത്ര ശ്രദ്ധയോടെ കേൾക്കും. കുശുകുശുക്കുവാൻ പാടില്ല. വചനം പറയുന്നു, നിങ്ങൾ നുണ പറയുവാൻ പാടില്ല. അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കരുത്. ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുത്. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ സംസാരിക്കുക. ആശ്വാസം ലഭിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുക. നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത, നിന്റെ ചെവി കൊണ്ട് കേൾക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്? ഈ ഗോസിപ്പ് എന്ന് പറയുമ്പോൾ നുണ, അതല്ലേ ഗോസിപ്പ് എന്ന് പറയുന്നത്? ആരോ നുണ പറയുന്നത് കേട്ടിട്ട് അനാവശ്യമായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു വലുതാക്കി. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് പറയരുത്. അപവാദങ്ങൾ പറഞ്ഞു പരത്തുവാൻ പാടില്ല. നുണ പറയാൻ പാടില്ല. ആലയത്തിൽ വരുമ്പോൾ ദേവദാസൻ പ്രസംഗിക്കുന്ന സമയത്ത് പുറകിൽ ആളുകൾ നിരന്നിരുന്നിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. പുറകിലിരിക്കുന്ന ആളുകളെയെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു. എന്നാൽ പിറകിലിരിക്കുന്നവർ എപ്പോഴും ജാഗ്രതയോടെ ആയിരിക്കണം. കാരണം പിശാച് പിറകിൽ കൂടി വന്നിട്ട് എൻട്രി ആവാനിടയാകും. പിറകിലിരിക്കുന്നവരെ സംബന്ധിച്ച് ദേവദാസൻ അവരെ കാണാത്തത് കൊണ്ട്, മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, കൂട്ടുകാർ ദയവ് ചെയ്ത് സഭയിൽ വന്നാൽ അടുത്തടുത്തിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചാറ്റിംഗ് നടക്കാനിടയാകും. ചാറ്റിംഗ് പിന്നെ അവസാനം ചീറ്റിംഗ് ആയിട്ട് മാറും. നോക്കുക, എത്രയോ ആളുകളുണ്ട്, എത്രയോ യൗവനക്കാർ ഇന്ന് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഗോസിപ്പ്. കർത്താവ് പറയുന്നു, മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പറയുക. അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത്. ദോഷം സംസാരിക്കരുത്. മറ്റുള്ളവരെ കുറ്റം വിധിക്കരുത്. നിങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിധി നിർണയിക്കാൻ പാടില്ല. റൂമേഴ്സ് ചെയ്യാൻ പാടില്ല. ഈ റൂമേഴ്സ്, നുണപ്രചരണം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന സത്യം എന്താണെന്ന് വെച്ചാൽ ഈ നുണകൾ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത് കാണാം. ഒരു അലർജി ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത് പോലെ ഈ നുണപ്രചരണവും അങ്ങനെ തന്നെയാണ്. ഒരു സഹോദരി വന്നിട്ട്, സഹോദരി, ഞാൻ നിങ്ങളോട് മാത്രമാണ് പറയുന്നത്, ആരോടും പോയി പറയില്ലെന്ന് പറയുകയാണ്. അതങ്ങനെ എല്ലാവരും അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം എന്താണ്, അത് പറഞ്ഞ സഹോദരി അടുക്കൽ തന്നെ മറ്റൊരു സഹോദരി വന്ന് പറയുകയാണ് ഈ കാര്യം. സഭയിൽ വരുമ്പോൾ ദോഷകരമായത് സംസാരിക്കരുത്. പരസ്പരം നന്മ ചെയ്യുന്നവരായിരിക്കണം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കണം. എഫേസ്യർക്ക് എഴുതിയതായ ലേഖനം 4-ാമത്തെ അധ്യായം 31-ാം വാക്യം. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. കയ്പും കോപവും ക്രോധവും എല്ലാം ഉപേക്ഷിക്കുക. യേശുവിന്റെ മക്കളായിരിക്കുന്ന നാം ആരെ പോലെ ആയിരിക്കണം? യേശുവിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം? യേശുവിന്റെ മക്കൾ ആരെ പോലെ ആയിരിക്കണം? യേശു എങ്ങനെയുള്ളവനാണ്? യേശു എങ്ങനെയുള്ളവനാണ്? നാം നേരിടുന്ന പ്രതികൂലങ്ങളെല്ലാം യേശുക്രിസ്തു നേരിട്ടിട്ടുണ്ടോ ഇല്ലയോ? അവന് വിശപ്പുണ്ടായിരുന്നു, അവൻ വിയർപ്പൊഴുക്കിയിട്ടുണ്ട്, അവന് കോപമുണ്ടായിട്ടുണ്ട്, അവൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്, ക്ഷീണിച്ചു പോയിട്ടുണ്ട്, മുഴങ്കാലിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മെപ്പോലെ തന്നെ അവൻ പരീക്ഷ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പാപം ചെയ്യാത്തവനായി അവൻ നിൽക്കുവാൻ കഴിഞ്ഞു. നാമും ഈ ലോകത്തിൽ അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട അവനെ രക്ഷകനായി സ്വീകരിച്ച ശേഷം അവനെപ്പോലെ നാം ജീവിക്കേണ്ടതാണ്. അവനെപ്പോലെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതിനുവേണ്ടി അവന്റെ ജീവിതത്തെ നാം ധ്യാനിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷം നാം ധ്യാനിക്കേണ്ടത്. ആ സുവിശേഷങ്ങളിൽ അവന്റെ പ്രവൃത്തിയും അവന്റെ രീതികളും അവൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു പട്ടണത്തിൽ മീറ്റിംഗ് സംഘടിപ്പിച്ച സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ആ മീറ്റിംഗിൽ കടന്നു വരുവാനിടയായി. ഞാൻ അവരോട് ചോദിക്കാനിടയായി, നിങ്ങൾ ഏത് നാട്ടുകാരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിൽ ഒരു നാട്ടുകാരല്ല, ഒരു സഭക്കാരല്ല, എല്ലാ നാട്ടിൽ നിന്നും എല്ലാ സഭക്കാരും ഒരേ സ്ഥലത്ത് വന്ന് കൂടിയിട്ട് ഒരേ പാട്ടുപാടി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയ സമയത്ത് സ്വർഗീയ അനുഭൂതി എനിക്ക് അനുഭവിക്കുവാൻ അവിടെ കഴിഞ്ഞു. സ്വർഗം എങ്ങനെയുള്ളതാണ്? സ്വർഗത്തിൽ ഏത് സഭക്കാരാണുള്ളത്? ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരും അവിടെയുണ്ട്. ഈ ലോകത്ത് ആ സ്നേഹവും ആ സഹകരണവും നമുക്ക് കാണുവാൻ കഴിയണം. അവസാനമായി വായിക്കാം 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം
ക്ഷമിപ്പീൻ. എന്താണ് ക്ഷമിക്കണം എന്ന് പറയുന്നതിന് വേണ്ടി എത്ര ആയിരം രൂപ ചിലവാകാനിടയാകും? ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? എളുപ്പമല്ലേ? പിന്നെന്താണ് പറയാത്തത്? ക്ഷമിച്ചോ എന്നാണ് ചിലർ പറയുന്നത്. ക്ഷമിച്ചോ എന്നെന്തിനാണ് പറയുന്നത്? ക്ഷമിക്കണം എന്നെന്തുകൊണ്ടാണ് പറയുന്നില്ല? സോറി എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നപ്പോൾ നമുക്കെല്ലാം എളുപ്പമായിരിക്കുന്നു. സോറി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ചിരിക്കുന്നത്? സോറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പശ്ചാത്തപിക്കുകയാണ്, ഞാൻ ദുഃഖിക്കുകയാണ്, എനിക്ക് സങ്കടമുണ്ട് എന്നുള്ള വാക്ക് നാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയും വിദ്വേഷവും വെറുപ്പും ഒന്നും ഉണ്ടാകാനിടയില്ല. അവിടെ പിശാചിന് ഇടം കാണുകയില്ല. നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം എത്ര തവണയാണെങ്കിലും ഒരാൾ മറ്റൊരാളോട് ക്ഷമിക്കുന്നതിന് വേണ്ടി ശീലിക്കേണ്ടതാണ്. ഈ 3 വാക്കുകൾ ജീവിതത്തിൽ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുക. ഈ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുമെന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയുക. അയ്യോ, രക്ഷപ്പെട്ടു. ഇപ്പോൾ ഐ ആം റോങ്, ഞാൻ ഒരു തെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു ചെറിയ തെറ്റ് ചെയ്യുന്നതായ സമയത്ത്, മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നതായ സമയത്ത് അതുകൊണ്ടെന്താണ് നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് പറയാൻ പാടില്ല. അതെ, തെറ്റുപറ്റിപ്പോയി, എൻ്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ആ സാഹചര്യം എത്ര നല്ലതായിരിക്കുമെന്ന് അറിയാമോ? ഭർത്താവ് വീട്ടിലേക്ക് ധൃതി വെച്ചിട്ട് വരികയായിരിക്കും, ദേഷ്യപ്പെട്ടായിരിക്കും വരുന്നത്. റോഡിലുള്ള പിശാചിനെയൊക്കെ വിളിച്ചോണ്ടായിരിക്കും വരുന്നത് ചിലർ. രാവിലെ ഓഫീസിൽ പോയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലവിധമായ പ്രശ്നങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട് അതെല്ലാം ആരോടാണ് തീർക്കുന്നത്? ഇപ്പോൾ ആരോടാണ്? ഭാര്യയോടായിരിക്കും. വിവാഹം കഴിക്കാത്തവർ അമ്മയോടായിരിക്കും തീർക്കുന്നത്. പയ്യന്മാരാണെങ്കിൽ വിവാഹം കഴിക്കാത്തത് കൊണ്ട് അമ്മയുടെ നേരെയായിരിക്കും തീർക്കുന്നത്. അമ്മയോടായിരിക്കും ദേഷ്യം. ഭർത്താവാണെങ്കിൽ ഭാര്യയോടായിരിക്കും ദേഷ്യം കാണിക്കുന്നത്. ചിലർ യേശു കർത്താവിന്റെ അടുക്കലും ഇങ്ങനെയാണ് കുറ്റം പറയുന്നത്. നിങ്ങളും അവന്റെ പാർട്ടിയാണ്. എന്താണ് ചെയ്യുന്നത്? ഒച്ചയും ബഹളവും വെക്കാനിടയാകും. ഒച്ച വെക്കുന്ന സമയത്ത് നിനക്കൊരു വിവരവുമില്ലേ? അതെ, വിവരമില്ല. ചോറെടുക്കുന്നില്ലേ? ഇപ്പോൾ എടുക്കാം. ഇനി എപ്പോഴാണ് എടുക്കുന്നത്? ഇപ്പോൾ എടുക്കാം. നാണമില്ലേ നിനക്ക്? നാണമില്ല. നിനക്ക് എന്നോട് ഭയമില്ലേ? ഭയമുണ്ട് കേട്ടോ. എന്താണ് ഞാൻ പറയുമ്പോൾ നിനക്ക് ചെവി കേൾക്കുന്നില്ലേ? എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല കേട്ടോ, സോറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ എന്താണെന്ന് ചോദിച്ചാൽ നീ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവസാനം വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? വീട്ടിൽ മുഴുവൻ വെടിയും പുകയുമായിരിക്കും. വീട്ടിലെ അടിയും ബഹളവും കെട്ടിട്ട് നാട്ടുകാരെല്ലാം കാണാൻ വേണ്ടി വരും. മക്കളാണെങ്കിൽ പേടിച്ച് കട്ടിലിന്റെ അടിയിലോ അല്ലെങ്കിലോ മേശക്കടിയിലോ കയറി നോക്കിക്കൊണ്ടിരിക്കും. അപ്പന്റെ പാട്ട് ജയിക്കുമോ അമ്മയുടെ പാട്ട് ജയിക്കുമോ? ആരാണ് ജയിക്കുന്നത്? മക്കളോട് ചോദിക്കുകയാണ് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിനെ അത് കീറിമുറിക്കുന്നതാണ്. ഏതെങ്കിലും മക്കളോട് അപ്പനെ വേണമോ അമ്മയെ വേണമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കുട്ടി എന്തായിരിക്കും മറുപടി പറയുന്നത്? അമ്മ വേണമെന്നോ അപ്പൻ വേണമെന്നോ അതോ 2 പേരും വേണമെന്നാണോ മറുപടി പറയുന്നത്? കുട്ടികൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ അവരുടെ മനസ്സിൽ അവർക്ക് വളരെ സങ്കടമുണ്ടായിരിക്കും. അതുകൊണ്ട് നാം പഠിക്കുക, നമ്മുടെ വാക്കുകൾ തെറ്റ് ചെയ്തെങ്കിൽ സമ്മതിക്കുക, റോങ് ആണെന്ന് പറയണം. 2ാമത്തെ വാക്ക് ഐ ആം സോറി, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ തെറ്റു ചെയ്തത് കൊണ്ട് എനിക്ക് ദുഃഖമുണ്ട്. 3ാമത്തെ വാക്ക് പാർഡൺ മീ, എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ഈ 3 വാക്ക് ശീലിക്കുകയാണ് എങ്കിൽ സ്വർഗം നിങ്ങൾക്ക് ഇവിടെ തന്നെ അനുഭവിക്കാൻ കഴിയും. എത്ര ദേഷ്യമുള്ള വ്യക്തിയാണ് എങ്കിലും ശരി, നിങ്ങളോട് സൗമ്യതയോടെ സംസാരിക്കും. മൃദുവായ വാക്ക് കോപത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. നാം എപ്പോഴും കോപത്തെ തണുപ്പിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരുടെ കോപത്തെ ജ്വലിപ്പിക്കുന്നവരാകാൻ പാടില്ല. നാം പാപത്തെ നിർമൂലമാക്കുന്നവരായിരിക്കണം. പാപത്തെ ജനിപ്പിക്കുന്ന ആളുകളായിരിക്കാൻ പാടില്ല. യേശുവിന്റെ മക്കളായിരിക്കുന്ന നാം നമ്മുടെ സ്വർഗീയ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരായിരിക്കണമെന്ന് കർത്താവ് പറയുന്നു. അവൻ കരുണയുള്ളവനാകിയാൽ നാമും കരുണയുള്ളവരായിരിക്കണമെന്ന്. പരസ്പരം ക്ഷമയുള്ളവരായി, പരസ്പരം സ്നേഹത്തോടെ ഒരാൾ മറ്റൊരാളോട് ക്ഷമ കാണിച്ച് ദയ കാണിച്ചായിരിക്കണമെന്ന് കർത്താവ് പറയുന്നു. ക്ഷമ ഒരു ഔഷധമാണ്. അതിനെപ്പോലെ മറ്റ് യാതൊരു മരുന്നുമില്ല. ഒരു വ്യക്തി ഗിൽറ്റി ഫീലിംഗിൽ ആയിരിക്കുമ്പോൾ ക്ഷമിക്കപ്പെടാത്ത പാപത്തെ ഓർത്ത് അവൻ നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ അവന് ക്ഷമിക്കപ്പെടുമ്പോൾ വലിയ ശമനമുണ്ടാകും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അരികിൽ വരുന്ന ആളുകൾക്ക് കർത്താവ് കൊടുക്കുന്ന വാക്കെന്താണ്? നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന്. എല്ലായ്പ്പോഴും നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് നമുക്ക് സമാധാനം നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നാം നമ്മുടെ അയൽക്കാരുമായി സമാധാനപ്പെടുന്ന സമയത്ത് സ്വർഗീയ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിലും സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നോക്കുക, ഒരേ ഭാവത്തോടുകൂടി ആത്മാവിനോടുകൂടി നാം ആയിരിക്കണം. അന്ന് ആദിമ സഭയിൽ 5000 ആളുകൾ 3000 ആളുകൾ കൂടി വന്നിടത്ത്
എന്തുകൊണ്ടാണ് ആ സഭ അത്രമാത്രം വേഗത്തിൽ വളർന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഏക ഹൃദയത്തോടുകൂടി ഏക മനസ്സുള്ളവർ ആയിരുന്നു. നാം യേശുവിൽ വിശ്വസിച്ചിട്ട് എത്രയോ വർഷങ്ങളായിരിക്കുന്നു. ഇപ്പോൾ നാം കാരണം നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അയൽക്കാർ എത്ര പേർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ട് ഓർക്കുക. നമ്മുടെ നാട്ടുകാര്, നമ്മുടെ ദേശക്കാർ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ മാറാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാം കർത്താവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കാത്തത് കൊണ്ടാണ്. സഭ ഏകാഗ്രതയോടെ ആയിരിക്കുമ്പോൾ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതായ സമയത്ത്, കുടുംബം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് പിശാചിന്റെ കോട്ടകൾ തകരും. ഏക ഹൃദയത്തോടെ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭൂമിയെ തലകീഴെ മറിക്കുന്ന ജനമാണ് നാം എന്ന് പറഞ്ഞ മറ്റുള്ളവർ യേശുവിനെ വിശ്വസിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഇന്ന് നമുക്ക് കോപത്തെ ഉപേക്ഷിച്ച് കളയാം, ക്രോധം ഉപേക്ഷിക്കാം, ക്ഷമിക്കാൻ പറ്റാത്തതായ മനസ്സ് ഉപേക്ഷിക്കാം, മറ്റുള്ളവരോടുള്ള ദേഷ്യവും വെറുപ്പും ഇവയെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആലയമായിട്ട് നമുക്ക് മാറ്റാം. ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പരസ്പരം ക്ഷമയോടെ ആയിരിക്കാം. അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നാം അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി നിങ്ങൾക്കറിയില്ലായിരിക്കാം, എന്നാൽ അടുത്തിരിക്കുന്നതായ വ്യക്തിയുടെ കാലിൽ നിങ്ങളുടെ കാൽ തട്ടിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ തട്ടിയിരിക്കാം. അല്ല എങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഇരിക്കുകയാണെങ്കിൽ ഇതും നല്ലൊരു സമയമാണ്. വീട്ടിൽ ചെന്നാൽ പിന്നെ ചോദിക്കത്തില്ല, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്നടുത്തിരിക്കുന്നവരോട് പറയുക. വളരെ വേഗത്തിൽ തന്നെ ചിന്തിക്കാതെ പോലും ക്ഷമിക്കുകയാണ്. വെരി ഗുഡ്. നമുക്കതേ മനസ്സുള്ളവരായിരിക്കാം. നമ്മുടെ വീടുകളിൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകാനിടയാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്രായത്തിൽ തന്നെ ഇത് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം. മമ്മി ഐ ആം സോറി എന്ന് പറയാൻ പഠിപ്പിക്കുക. അപ്പോൾ പിന്നെ അവർ മുതിരുന്ന സമയത്ത് അവർ നല്ലവരായി തീരും. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ഉപദേശങ്ങൾ പഠിപ്പിച്ചാൽ അവർ വലുതാകുമ്പോൾ വലിയ ആളുകളായി മാറാനിടയാകും. നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ദയവ് ചെയ്ത് തലകളെ വണക്കുക. നിന്റെ അധ്വാന ഫലത്തെ ദൈവം അനുഗ്രഹിക്കും. കഷ്ടതയിലായിരിക്കുന്നു, കടത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ കഴിയാതെ ദൈവത്തോട് കൂടുതൽ അകന്ന് ജീവിച്ചുകൊണ്ട് കൂടുതൽ അധ്വാനിച്ച് പണം സമ്പാദിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു, എന്നാൽ ഒരു രൂപ പോലും മിച്ചം വയ്ക്കാത്ത അവസ്ഥയാണ്. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അന്യായമായി പണം സമ്പാദിക്കാൻ വേണ്ടി നീ ഒരുമ്പെടുന്നത്? കൈക്കൂലി വാങ്ങാൻ നീ എന്തുകൊണ്ടാണ് പരിശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് കൊള്ളപ്പലിശ നീ വാങ്ങി ജീവിക്കുന്നത്? ദൈവത്തോട് ഒരു തീരുമാനമെടുക്കുക. ഈ ദിവസം മുതൽ ദൈവമേ, നീ എന്നെ സഹായിക്കുമാറാകണമേ, നീ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ, എന്റെ കടബാധ്യതയെല്ലാം നീ മാറ്റുമാറാകണമേ, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സമാധാനം നീ നൽകണമേ, എന്റെ കുടുംബത്തിൽ മക്കളെല്ലാവരും ഒരുമിച്ച് ഐക്യതയോടെ ആയിരിക്കാൻ സഹായിക്കണമേ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഭിന്നത മാറ്റണമേ, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറ്റണമേ, കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ പ്രശ്നങ്ങളെല്ലാം നീ മാറ്റുമാറാകണമേ, ക്ഷമിക്കേണ്ട വിഷയങ്ങൾ ക്ഷമിക്കുവാൻ സഹായിക്കണമേ. കർത്താവിനോട് നിങ്ങൾ ചോദിക്കുക ഓരോ കാര്യം. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ പ്രാപിക്കാനിടയാകും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ പിന്തുടരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ സത്യസന്ധത നൽകണമേ, ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ വേണ്ടി സഹായിക്കുമാറാകണമേ, കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് കർത്താവേ, നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ സാവകാശത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ ഐക്യതയും സ്നേഹവും ഒത്തൊരുമയും നീ നൽകുമാറാകണമേ. ഞങ്ങൾ എല്ലാവരും ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിട്ട്, ദയയുള്ളവരായിട്ട്, കരുണയുള്ളവരായിട്ട്, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിനായിട്ട്, പരസ്പരം ഉപകാരങ്ങൾ ചെയ്യുന്നതിനായിട്ട്, പരസ്പരം ദോഷം ചെയ്യാതെ പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായിരിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഏതു കുടുംബത്തിലാണ് പ്രശ്നമുള്ളത്, സമാധാനമില്ലാത്തത്? ഏതു കുടുംബത്തിലാണ് ശാന്തിയില്ലാത്തത്, കലഹങ്ങളുള്ളത്? ഏതു മനസ്സിലാണ് സ്വസ്ഥത ഇല്ലാത്തത്? അങ്ങനെയുള്ളവരെ ഇന്ന് നീ ദർശിക്കുമാറാകണമേ അപ്പ. പാപം കാരണം വന്നതായ ശാപത്തെയെല്ലാം നീ അഴിച്ചു മാറ്റണമേ. ആരുടെ ജീവിതത്തിലാണോ രോഗം വന്നിരിക്കുന്നത്, അനാരോഗ്യമുണ്ടായിരിക്കുന്നത്, നിന്റെ നാമത്തിലുള്ളതായ സൗഖ്യം അവരുടെ ജീവിതത്തിൽ നൽകുമാറാകണമേ. നിന്റെ നാമത്തിലുള്ളതായ വിടുതൽ അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതൽ കൊടുക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പിതാവേ. ആമേൻ. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ